നവവധു ഭർതൃവീട്ടിൽ ജീവനൊടുക്കി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും എല്ലാവരെയും ഞെട്ടിക്കുന്നതും. ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടതായി വരും. ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും സഹിക്കാനാവാതെ 26-കാരിയായ യുവതി ആത്മഹത്യ ചെയ്തു എന്ന സംഭവമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. താനെ സ്വദേശി വിശാഖ തിൽക്കാറാണ് വിവാഹം കഴിഞ്ഞ് 48-ാം ദിവസം ജീവിതം അവസാനിപ്പിച്ചത്. ഡോക്ടറായ ഭർത്താവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ചേർന്ന് ശാരീരികമായും മാനസിക പീഡനങ്ങളും ഏൽപ്പിച്ചതോടെയാണ് വിശാഖ ആകെ അസ്വസ്ഥയായി കഴിഞ്ഞത് എന്ന് പറയുന്നു. ഭാര്യയെ കടുത്ത സംശയമായിരുന്ന ഭർത്താവ് നിതിൻ വീടിനുള്ളിൽ പുറത്തുമെല്ലാം നിരീക്ഷിക്കുന്നതിനായി CCTV സ്ഥാപിച്ചിരുന്നതായും അറിയാൻ സാധിക്കുന്നുണ്ട്. അയൽവാസികളോട് മിണ്ടുന്നതിന് വരെ കുടുംബാംഗങ്ങൾ ക്രൂരമായി മർദ്ദിക്കുകയും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്തതോടെ യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കടുത്ത സ്ത്രീധന പീഡനവും വിശാഖയ്ക്ക് നേരിടേണ്ടി വന്നതായി കുടുംബം ആരോപിക്കുന്നു. പീഡന വിവരമറിഞ്ഞ് മകളെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാനിരിക്കവെയാണ് ഈ ആത്മഹത്യ സംഭവിച്ചതെന്നാണ് മാതാപിതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്നൊരു കാര്യം. ഏപ്രിൽ 30-നായിരുന്നു വിശാഖയുടെയും നിതിന്റെയും വിവാഹം. തങ്ങളുടെ പെരുമയ്ക്കനുസരിച്ചുള്ള സമ്മാനങ്ങൾ വധുവിന്റെ വീട്ടിൽ നിന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുടുംബം വിശാഖയെ തുടർച്ചയായി ഉപദ്രവിച്ചിരുന്നു. സ്വർണവും പണവും വീട്ടിൽ പോയി കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് വിശാഖയെ ഇവർ സമ്മർദ്ദത്തിലാക്കിയെന്നും കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തുന്നു. അയൽവാസികളോട് പോലും സംസാരിക്കുന്നതിൽ നിന്നും വിശാഖയെ വിലക്കിയിട്ടുമുണ്ട് എന്നറിയുന്നുണ്ട്. വിശാഖയുടെ ഓരോ ചലനവും അറിയാൻ നിതിൻ കിടപ്പുമുറിയിൽ വളരെ CCTV സ്ഥാപിച്ചിരുന്നു. വീടിന് പുറത്തുള്ള ആരോടെങ്കിലും സംസാരിച്ചാൽ അന്ന് അടി ഉറപ്പാണ്. അയൽവാസിയായ സ്ത്രീയോട് ചിരിച്ച് സംസാരിച്ചെന്ന് ആരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചതിന് 2-ാം ദിവസം വിശാഖ ജീവനൊടുക്കിയെന്നാണ് പോലീസ് പറയുന്നത്. സ്വന്തം വീട്ടുകാരും ഭർതൃവീട്ടുകാരും എത്തിയപ്പോൾ ജീവിതം ദുരിതമാണെന്ന് വിശാഖ അമ്മയോട് തുറന്നു പറഞ്ഞിരുന്നു. ഇതോടെ മകളെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ മാതാപിതാക്കളും തീരുമാനിച്ചിരുന്നു. നിതിന്റെ വീട്ടിലേക്ക് ചെല്ലാനിരിക്കവെയാണ് വിശാഖയുടെ മരണം സംഭവിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിതിൻ അമ്മ ഛായ, സഹോദരൻ നിനത് എന്നിവർക്കെതിരെ ശാരീരിക മാനസിക പീഡനങ്ങൾക്കും ആത്മഹത്യാ പ്രേരണയ്ക്കും സ്ത്രീധന പീഡനത്തിനും കേസെടുത്തിട്ടുണ്ട്. നിതിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ രേഖകളും സൂചനകളും തെളിവുകളും നോക്കുന്നുണ്ട്. ഫോണുകളും മറ്റ് കോളുകളും മൊഴികളും ഒക്കെ പരിശോധിക്കും. മൊഴികളിലുള്ള വൈരുദ്ധ്യം, അച്ഛനെയും അമ്മയും പ്രത്യേകം മാറ്റി നിർത്തിയുള്ള ചോദ്യം, ഭർത്താവിനോടുള്ള കൂടുതൽ നേരമുള്ള ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പുകൾ, മുറിക്കുള്ളിൽ തന്നെ CCTV സ്ഥാപിച്ചതടക്കമുള്ള വിഷ്വൽ ചെക്കിംഗ്, ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ടാൽ മാത്രമേ ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ സാധിക്കൂ. മർദ്ദിച്ചതായി തന്നെ പറയുമ്പോൾ CCTV അവിടെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നതനുസരിച്ച് അവിടെ കൂടുതൽ തെളിവുകൾ കാണും എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും നോക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് എന്നുകൂടി പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറയുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണെന്ന് പറയുന്നു.